അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല. അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ടോ? അതെ 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 അതെ. ദേഹന്റെ കാരനോട് ചോദിച്ചില്ല. അങ്ങടാരും പറഞ്ഞില്ലേ? ആ, കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് ഓട്ടെ മോളെ. സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? ആ, എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എനിക്ക് കാശിനോളം വെള്ളത്തിൽ പോയ കാശ് നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. തന്നെ ടാക്സി ചാർജ് വെയിറ്റ് ചാർജ് വേണം ചാറോ. വല്ല തുമ്പം കിട്ടിയാ? തുമ്പല്ല സാബ്, ഫുള്ളും കിട്ടി. ഓ മൈ ഗോഡ്, മുയ്മോനും മീൻ കൊത്തി തീർന്ന് പൊടി പോലും ഇല്ലല്ലാകൻ. മറുതയും പൂസില്ല, ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില്ല. ഒന്ന് നോക്കിയേ, അവനാണോ നോക്കട്ടെ. മനസ്സിലായടോ, അവന്റെ കണ്ടത്തിലൊരു വലിയ മറുകണ്ടായിരുന്നോ? കണ്ടത് കടമറ്റ തച്ചന്റെ പാട്ടില. വേറെ എടുത്തോട്ട് വാ. ഉള്ളതിൽ നല്ല നോക്കിയാണ് സാബ് എടുത്തത്. മൂന്നാളുണ്ട്, എടുക്കണം. താനെന്തിനാ കരയണത്? കാശ് എന്നില്ലെങ്കിൽ സാബിനെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാണ്. നിങ്ങൾ നീന്തി കളിക്കാതെ ഒന്ന് ഉത്സാഹിച്ച് പണിയെടുക്കണോ? കാശ് എന്നില്ലെങ്കിൽ സാബിനെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞു പോയി. പിഴവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്. വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളമെത്ര, തൊലിയുടെ നിറമെന്താണ്, ഉയരമെന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് തെറ്റാണ്. ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ. എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? തെറ്റാണോ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളം ഇല്ലേ? കഥ തീർന്നു. ഈശോയെ കാത്തോളെ. എന്താടാ മഹാത്മാഗാന്ധി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. തമാശ വിടട്ടോ. ആരെങ്കിലും നമ്മുടെ ഒരു കരണം തടിച്ചാ നമ്മൾ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. യെസ്. മറ്റേ കാരണം കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റിൽ വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല. അപ്പ എന്താ പേര്? വിശക്കണു. വെസ്കണുവിന്റെ നാട് ഇവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ടുമുതലേ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ MBA പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് തലവറ്റിലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? MBA. ആ, വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ MA പഠിക്കണം അല്ലെങ്കിൽ BA പഠിക്കണം. ഇത് രണ്ടും കൂടെ MBA എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തിക്കേറിട്ടല്ലേ തലച്ചോറ് കേടായത്.
ഇനി എന്നാണമേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നത്? ഈ വധു എന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവളൊന്ന് വരട്ട് നോക്കിയാലോ? എന്റെ അച്ഛനേക്കാൾ കൂടിയാനോ അത്? അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാളെ കണ്ണുമൂട്ടി കെട്ടുക പറഞ്ഞ അവള് നിന്നെ കണ്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണോ? ഉറപ്പാണോ? അതെ. എങ്കി മോനെ ഒരു മാർഗമുണ്ട്. നീയാണെന്നും പറഞ്ഞ് വേറൊരുത്തൻ അയക്കണം. ഏത് പെണ്ണ് കണ്ടാലും കാർക്കിച്ച് തുപ്പ് നിർത്തണേ. എങ്കി നീ പോവോ? പോടാ.